സമസ്ത ജമിയത്തുൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഏറ്റവും അവസാനമായി ഉന്നതരായ നേതാക്കളടങ്ങുന്ന ഒരു സമിതി, അതിലേക്ക് ഒന്ന് രണ്ട് ആളുകളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു 9 അംഗ സമിതി രൂപീകരിച്ച വിവരം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ശ്രവിച്ചതും. എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ വേണ്ടി അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒരുമിച്ചിരുന്നുകൊണ്ട് തീരുമാനിച്ച് രൂപകൽപ്പന ചെയ്ത ആ 9 അംഗ കമ്മിറ്റിയെ വളരെയധികം സന്തോഷത്തോടു കൂടി എല്ലാവരും സ്വാഗതം ചെയ്തു. ആ സമിതി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ സിറ്റിംഗ്, അതിൽപ്പെട്ട 1-2 അംഗങ്ങൾ പങ്കെടുത്തില്ലെങ്കിലും എം ടി സാദ് വിദേശത്താണ്, അതുപോലെ തന്നെ മൂസക്കുട്ടി അസ്രത്ത് പങ്കെടുത്തിട്ടില്ല, അദ്ദേഹത്തിന് എന്തോ അസൗകര്യമുണ്ടായി. സഫാരി സൈനുലാബിദ്ദീൻ എന്ന് പറയുന്ന വ്യവസായ പ്രമുഖൻ, അദ്ദേഹം വിദേശത്താണ്. എങ്കിലും പ്രത്യേകമായി ഉസ്താദുമാർ താല്പര്യമെടുത്ത് മഞ്ചേരിയിൽ വെച്ച് ഒരു സംഗമം ചേരുകയും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാസമ്മേളനം കാസർഗോഡ് കുനിയയിൽ വെച്ച് നടക്കുന്ന പ്രത്യേക പശ്ചാത്തലത്തിൽ അതിൻ്റെ വിജയത്തിന് വേണ്ടി ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമായും ചർച്ച നടന്നത്. അതുപോലെ തന്നെ അനുബന്ധമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്നതായിരുന്നു ആ സമിതിയുടെ മുമ്പിലുള്ള അജണ്ട. അതിൽ ഏറ്റവും പ്രധാനമായി സമ്മേളനം അടുത്ത് വന്നതുകൊണ്ട് സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ച. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചില പ്രാതിനിധ്യ കുറവുകളെക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷേ പിന്നീട് ഒരു മീഡിയക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിലും അതുപോലെ തന്നെ മറ്റു ചില വോയിസുകളിലുമൊക്കെ അതുപോലെ ചില വീഡിയോയിലുമൊക്കെ പല ആളുകളും വോയിസായിട്ടും അതുപോലെ തന്നെ വോയിസ് വീഡിയോ ആക്കിയിട്ടുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു വിഭാഗത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ അതിലുണ്ടായി. അതിൽപ്പെട്ട ഒന്ന്, ചിലർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു എന്ന രീതിയിലാണ് ചർച്ച വന്നത്. പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു എന്നത് ശരിയാണ്, പക്ഷെ അത് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത് അപകടകരവുമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട ഓരോ ആളുകളെയും നോക്കിയാൽ, ഇപ്പോൾ നാസർ ഫൈസി ആണെങ്കിലും റഹ്മാൻ ഫൈസി ആണെങ്കിലും അതുപോലെ തന്നെ മൈനാജി, അതുപോലെ ഈ ആളുകൾ മുഴുവൻ, ഇപ്പോൾ പുത്തനെ മൊയ്തീൻ ഫൈസി, അതുപോലെ തന്നെ ഷാഫി ഹാജി, സലീം, ഞാൻ ഈ എണ്ണുന്ന മുഴുവൻ ആളുകളും, ബഹുമാനപ്പെട്ട കുട്ടിയസന്താരിമി ഖാദർ ഫൈസി, അതുപോലെ തന്നെ ഹംസ ഹാജി, മലയ മൊഹഗ്ര ഫൈസി തുടങ്ങിയവരൊക്കെ ഒന്നുകിൽ സ്വസംഘത്തിൻ്റെ വൈസ് ചെയർമാൻമാർ അല്ലെങ്കിൽ ജോയിൻറ്റ് കൺവീനർമാർ, ഈ പദവിയിലിരിക്കുന്ന ആളുകളാണ് ഇവർ മുഴുവൻ. അപ്പോൾ ഇവരുടെ വിഷയമല്ല പ്രധാനം, ഏതെങ്കിലും സ്ഥാനം ഇവർക്ക് ലഭിക്കലുമല്ല പ്രധാനം, മറിച്ച് സമ്മേളനം ഏകപക്ഷീയമായി കൊണ്ടുപോകാനുള്ള ചിലരുടെ ശ്രമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ കാസർഗോഡ് ഭാഗത്ത് പ്രാതിനിധ്യക്കുറവുണ്ടായിട്ടുണ്ട് എന്നത് എടുത്തുദ്ധരിച്ചു ആ സഭയിൽ. ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബ് തന്നെ പേരെടുത്ത് പറഞ്ഞു. ഒരു വലിയ സംയുക്ത ജമാഅത്താണ് കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത്. അതിൻ്റെ അമരത്തിരിക്കുന്ന ബഷീർ സാഹിബ് വെള്ളിക്കോത്ത്, അതുപോലെ തന്നെ ബഹുമാന്യനായ കല്ലട്ര അബ്ബാസ് ഹാജി, കല്ലട്ര മായിനാജി സാഹിബ്, അതുപോലെ തന്നെ എ അബ്ദുറഹിമാൻ സാഹിബ്, ഈ 3 പേരുടെ പേരാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബ് എടുത്തു പറഞ്ഞത് ഉദാഹരണമായി. അതുപോലെയുള്ള ചിലർക്ക് കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന സമ്മേളനത്തിൽ മതിയായ പ്രാതിനിധ്യം നൽകിയിട്ടില്ല, അതൊരു അപാകതയാണെന്ന് എടുത്ത് സൂചിപ്പിക്കുകയും ബഹുമാന്യനായ ജഫ്രി തങ്ങൾ തന്നെ ആ കാര്യം പരിഗണിക്കണമെന്ന് പറയുകയും അതനുസരിച്ച് സ്വസംഘത്തിൽ അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഉണ്ടാക്കുകയും കാസർഗോഡും ആ കാര്യം അറിയിക്കുകയും അവരെ കൂട്ടിച്ചേർക്കുകയും ചെയ്യണം, അവർക്ക് മതിയായ പ്രാതിനിധ്യം നൽകണം എന്ന് അവിടെ വെച്ച് തന്നെ തീരുമാനിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ആ ഭാഗത്തുള്ള പല ആളുകൾക്കും പല കാര്യങ്ങളും അവരോട് കൂടിയാലോചിക്കുന്നില്ല എന്ന പരാതി പരിഹരിക്കുക എന്നതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. കാരണം ഒന്നിച്ചു പോവുക എന്നതാണല്ലോ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. സമസ്തയുടെ സമ്മേളനം വിജയിപ്പിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അത്യാവശ്യം പ്രാതിനിധ്യമുണ്ട്, മാത്രമല്ല ആ പ്രാതിനിധ്യക്കുറവ് അവിടെ ചർച്ച ചെയ്തിട്ടില്ല. അതേസമയത്ത് ചില പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ, ഇപ്പോൾ ഉദാഹരണമായി പ്രോഗ്രാം കമ്മിറ്റിയിൽ ബഹാവുദ്ദീൻ ഉസ്താദിനെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു, അത് ഉൾപ്പെടുത്തുകയും ചെയ്തു. അല്ലാതെ അവിടെ ചർച്ചയ്ക്ക് കൂടിയ ആളുകളോ ഒരു ഭാഗത്തുള്ള ആളുകളോ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു എന്ന രീതിയിലല്ല നമ്മൾ സമൂഹത്തെ അറിയിക്കേണ്ടത്. അങ്ങനെ ആ രീതിയിൽ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഒരു പുതിയ കോർഡിനേഷൻ കമ്മിറ്റി അവിടെ രൂപീകരിച്ചു, ഒരു സമിതി.
അങ്ങനെ ഒരു സമിതി രൂപീകരിക്കാനുണ്ടായ അടിസ്ഥാന പശ്ചാത്തലം ഒരാൾ മാത്രം കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ പക്ഷപാതിത്വം വരാതിരിക്കുന്നതിന് വേണ്ടി, അഭിപ്രായാന്തരം വരാതിരിക്കുന്നതിന് വേണ്ടി അതിലേക്ക് ഏതാനും ആളുകളെ കൂട്ടിച്ചേർക്കണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ രണ്ടു പക്ഷത്തു നിന്നും ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമിതി രൂപീകരിച്ചത്. രണ്ടു പക്ഷത്തു നിന്നും അതിൽ ആളുകളുണ്ട്. അതിൻ്റെ ചെയർമാനായി ബഹുമാനപ്പെട്ട മായനാജിയെയും കൺവീനറായി കൺവീനർ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്ററായി ഇപ്പോൾ കോർഡിനേറ്റ് ചെയ്ത മൊയിൻകുട്ടി മാഷയും തന്നെ വെക്കാൻ തീരുമാനിച്ചു. അത് ശരിക്കും ഒരു ഭാഗത്തിൻ്റെ പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കാൻ വെച്ച സമിതിയാണെങ്കിൽ അതിൽ മറ്റുള്ളവരെ ചേർക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു പ്രാതിനിധ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ സമിതിയല്ല അത്. മറിച്ച് ആ സമിതി രൂപീകരിക്കപ്പെട്ടതിൻ്റെ പ്രധാന ഉദ്ദേശ്യം സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും ആ കൂട്ടത്തിൽ സഭയിൽ പങ്കെടുത്ത ആളുകളിൽപ്പെട്ട കുഞ്ഞാലി സാഹിബും അതുപോലെ തന്നെ ഉസ്താദുമാരും അടക്കം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, സബ് കമ്മിറ്റികളുടെ എല്ലാ തീരുമാനങ്ങളും ഏകപക്ഷീയമായി ആകാൻ പാടില്ല എന്നതുകൊണ്ട് സബ് കമ്മിറ്റി തീരുമാനം ഈ സമിതിയിൽ ചർച്ച ചെയ്ത് ഉസ്താദുമാരുമായി കൂടിയാലോചിച്ചാണ് നടപ്പാക്കേണ്ടത് എന്ന് വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് അന്വേഷിച്ചാൽ ആ കാര്യം ബോധ്യപ്പെടും. അത് ഉസ്താദുമാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ സമൂഹത്തിന് സന്ദേശം കൊടുക്കുമ്പോൾ ആ സമിതി മുകളിലാണോ താഴെയാണോ ഇടയിലാണോ എന്ന പരാമർശങ്ങളുടെ യാതൊരു ആവശ്യവുമില്ല. ഇനി എന്തെങ്കിലും ആ സമിതി രൂപീകരിച്ചതിൽ ഏതെങ്കിലും മീഡിയകളിൽ തെറ്റായ വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റായ വാർത്തയിൽ നമുക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് അതിൻ്റെ സമിതി ഉടനെ ചേരാൻ തീരുമാനിച്ചിരുന്നു. ആ സമിതിയിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങളെപ്പോലുള്ള മീഡിയകളെ വിളിച്ച് കൊടുത്താൽ അത് തീരുമായിരുന്നു. അല്ലെങ്കിൽ ഉസ്താദുമാരെ അറിയിച്ചാൽ ആ വിഷയം സമൂഹത്തിന് തെര്യപ്പെടുത്താൻ ഉസ്താദുമാർ തന്നെ മുന്നോട്ട് വരുമായിരുന്നു. അല്ലെങ്കിൽ ഈ സമിതിയിലെ അംഗങ്ങളെ ഒന്ന് ഫോൺ വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു മീഡിയയിൽ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക എന്നത് ഒരു സാമാന്യ മര്യാദയായിരുന്നു. ഈ മൂന്ന് കാര്യങ്ങളും പാലിക്കാതെ ഒരു വോയിസ് ഇട്ടപ്പോൾ അത് വലിയൊരു ചർച്ചയാവുകയും ആ ചർച്ചയോടൊപ്പം തന്നെ പലരും അത് ഏറ്റുപിടിക്കുകയും സമാനമായ വോയിസുകളും വീഡിയോകളും വരികയും പലരും നമ്മളെ വിളിച്ച് സമ്മർദ്ദത്തിലാക്കുകയും നിങ്ങൾ ഐക്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുമയ്ക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താ ഇങ്ങനെ വീണ്ടും ഈ ഒരുമ തകർക്കുന്ന രീതിയാണോ എന്നൊക്കെ ചോദിച്ച് മീഡിയകൾ നിങ്ങളിൽ തന്നെ പലരും വിളിച്ചു. അപ്പോൾ നമ്മൾ നിങ്ങളെ ഓരോരുത്തരെയും അഭിമുഖീകരിക്കാൻ ഉസ്താദുമാരുടെ സമ്മതം വേണം. സ്വാഭാവികമായും ഉസ്താദുമാരുടെ ഈ കാര്യം ആലോചിച്ചു. അവർ കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ ഇറക്കി. ആ ക്ലാരിഫിക്കേഷൻ വളരെ വ്യക്തമായി ഇതിൽ പറയുന്നുണ്ട്. അതിലൊരു കാര്യം മുസ്തഫ ഫൈസിയുടെ മുഷാവറ പ്രവേശമായിരുന്നു. അക്കാര്യത്തിൽ സമസ്ത ഇറക്കിയ ഈ ഔദ്യോഗിക ലെറ്റർ പാഡിലുള്ള അതേ കാര്യം തന്നെയാണ് അവിടെ സംഭവിച്ചത്.